പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭ ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് ബോൾസ് ആണ്. ഈ മഴ വളരെയധികം പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ക്യാരറ്റ് ബോൾസ് ചുടുചുടുന്നതിനെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, വളരെ ന്യൂട്രീഷ്യസുമാണ്, അത് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ക്യാരറ്റ് ബോൾസ് നോക്കും. ഞാൻ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചെടുത്ത് അതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കും, ഒരു നുള്ളി ഉപ്പ് ചേർക്കും, എന്നിട്ട് അത് ഉരുളകളാക്കി അതിനെ സ്റ്റീം ചെയ്തെടുക്കും. അത് തേങ്ങാപ്പാൽ മിൽക്ക് മെയ്ഡിലിട്ട് കഴിക്കും. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്, അതേസമയം വളരെ ന്യൂട്രീഷ്യസ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ ബദാം, അതൊക്കെ കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ അതൊന്നും ഞാൻ ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഏലക്കപ്പൊടി ചേർത്തില്ലെങ്കിൽ അതിലെ ക്യാരറ്റിൻ്റെ സ്വാദ് കിട്ടും. വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. അത്ര മാത്രമേ ഉള്ളൂ. 2 ടീസ്പൂൺ അരിപ്പൊടി ഇടുക കേട്ടോ. അരിപ്പൊടി പച്ച അരിപ്പൊടി തന്നെ ഇടുന്നത് ബൈൻഡിങ്ങിന് വേണ്ടിയാണ്. ഒരു നുള്ളി ഉപ്പിടുക. ഇത് പഞ്ചസാര ചേർക്കണം കേട്ടോ. പഞ്ചസാര ചേർത്തു. അരിപ്പൊടി പഞ്ചസാര നല്ലോണം ചേർത്തോളൂ, എന്ന് വെച്ചാൽ മധുരം കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് നല്ലപോലെ കുഴയ്ക്കും. ബൈൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം. അരിയും നെയ്യ് പറ്റിയിട്ട് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഈ ക്യാരറ്റ് ബോൾസ് ഇതിൽ വെക്കണം, എന്നിട്ട് സ്റ്റീം ചെയ്യണം. അതായത് ക്യാരറ്റ് ഞാനിത് വലിയ ബോളാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭംഗിക്ക് ചെറിയ ബോൾസ് ആക്കാം കേട്ടോ. വലിയ ബോള് ചെറിയ ബോൾ എന്നുള്ളത് ഡിഫറൻസ് ഇല്ലാണ്ട് വലിയ ബോൾസ് വേണമെന്ന് ഒരു നിർബന്ധത്തിൽ ചെറിയ ബോളുകളാവാം, അതാണ് കൂടുതൽ ഭംഗിയിട്ടാണ്. ഇനി ഈ ക്യാരറ്റ് ബോൾസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിക്വിഡ് തയ്യാറാക്കാം. അതിനെന്താ ചെയ്തതിന് പാൽ തിളപ്പിച്ച് വെച്ചില്ല, അല്ലെങ്കിൽ മിൽപ്പൊടി പാൽപ്പൊടി കളിക്കാനും മതിയിട്ടാണ്. അതിന് നമുക്ക് മിൽക്ക് മെയ്ഡ് വെക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കേട്ടോ. ഇത് ബൗളിലാക്കാം, വേവിച്ച് വരട്ടെ. ഇത് നല്ല പോലെ അടിക്കുക. ക്യാരറ്റ് ബോൾസ് നോക്കുക, കുക്കായി നല്ലോണം സ്റ്റീം വരുന്നുണ്ട്. ഇത് തണുത്തിട്ട് കേട്ടോ. തണുത്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഇടണം. ഈ മിക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് അതിൽ ഏലക്കാപ്പൊടി കൂടിയിട്ടുണ്ട്. ആ മിശ്രിതത്തിൽ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൗളിലെടുത്ത് കഴിക്കാം കേട്ടോ. ക്യാരറ്റ് ബോൾസ് തയ്യാറായി നോക്കും. 5 മിനിറ്റ് സ്റ്റീം ചെയ്യണം. ക്യാരറ്റും അരിപ്പൊടി ഉപ്പും കൂടി കുഴച്ചതാണ് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചു. ലേശം നെയ്യുള്ള കൈ കൊണ്ട് ഉരുട്ടിയാൽ നന്നായി കിട്ടും. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അത് കേട്ടോ. അത് എന്നിട്ട് മിൽക്ക് മെയ്ഡും പാലും കൂടി ചേർത്ത് മിശ്രിതത്തിലിട്ട് ഇനി ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോരുത്തരെ ബൗളിലെടുത്ത് കുറച്ച് ബൗളിലേക്ക് ഇട്ട് 2 ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. ഭയങ്കര സ്വാദാണ്, വളരെ ന്യൂട്രീഷ്യസുമാണ്. കുട്ടികൾക്ക് എസ്പെഷ്യലി ഗുഡാണ്, കണ്ണിന് നല്ലതാണ്, എല്ലാവർക്കും വലിയവർക്കും നല്ലതാണ്. വലിയവർക്കൊക്കെ ഈ തിമിരൊക്കെ ഇല്ലേ, വയസ്സായവർക്ക് കാറ്ററാക്റ്റൊക്കെ വരുന്നില്ല, അതിന് ഏറ്റവും ബെസ്റ്റായി ക്യാരറ്റിലുള്ള ഗുണങ്ങളെ പറ്റി പറയാൻ വാക്കുകളില്ല. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമോ. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഉടനെ കിട്ടുള്ളൂ. ആരും മറക്കരുത്. അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും. വളരെ നല്ലതാണ്. വർഷക്കാലത്തിന് പറ്റിയ ഒരു പുഡിംഗ് അല്ലാതെ ഒരു സ്വീറ്റാണത്, ഐസ്ക്രീമും അല്ലാതെ വളരെ നല്ലതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭ ടീച്ചർ.